ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ OET സക്സസ് ലൈൻ. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ OET ലെറ്റർ എഴുതുമ്പോഴത്തേനും കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടാക്കാറുള്ള ചില സെക്ഷൻസ്, ചില സെലക്റ്റഡ് പോയിന്റ്സ് ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻറ്റ്, ക്ലയൻറ്റ്, പിന്നെ ഏതൊക്കെയോ എങ്ങനെയൊക്കെ എഴുതണ്ടെന്ന് സ്റ്റുഡൻസിന് ചിലപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേഷ്യൻറ്റിൻ്റെ പേര്, അതായത് മിസ്സിസ് ആനി, മിസ്റ്റർ വില്യംസ്, അല്ലെങ്കിൽ ഹി, ഷീ, സബ്ജക്ട്സ് വൈസ് അങ്ങനെയാണെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ക്ലയന്റ്, പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് അവോയ്ഡ് ചെയ്താൽ അത്രയും. അപ്പൊ നമുക്ക് സെക്കൻഡ് മിസ്റ്റേക്കിലേക്ക് കിടക്കാം. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും സ്റ്റുഡൻസിന് ഇപ്പം ഞാൻ കണ്ടുവരാറുള്ള ലെറ്റേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ജെൻഡർ ചേഞ്ച് വരാറുണ്ട്. ചിലപ്പോൾ എങ്കിലും ഒരു 30 ലെറ്റർ എടുത്താൽ ചിലപ്പോൾ അതിൽ 2 ലെറ്ററിലെങ്കിലും ചിലപ്പോൾ ഒരു സ്റ്റുഡൻസ് ജെൻഡർ ചേഞ്ച് വരുത്താറുണ്ട്. അപ്പൊ നമുക്ക് ജെൻഡർ ചേഞ്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ലെറ്റർ ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലെറ്റർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്നുള്ള രീതിയിൽ മനസ്സിലാകുമ്പോൾ ആ ലെറ്റർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് മിസ്റ്റർന്നോ മിസ്സിസ്ന്നോ അല്ലെങ്കിൽ ഹി ഓർ ഷീയോ എന്നങ്ങ് എഴുതി വന്ന് വെച്ചേക്കുക. സാധാരണ നമുക്ക് ജെൻഡർ ചേഞ്ച് വരുമ്പോൾ അവർ തന്നെ പറയാറുണ്ട്, OET ഒഫീഷ്യൽസ് തന്നെ പറയുന്നുണ്ട്, ജെൻഡർ ചേഞ്ചിന് കൂടുതലായിട്ട് നമുക്ക് മാർക്ക് പോകും. അതായത് മാർക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് B കിട്ടാനുള്ള, എത്ര നന്നായി എഴുതിയിട്ടുണ്ടെങ്കിലും ഇപ്പം B കിട്ടേണ്ട ഒരു നമ്മുടെ ലെറ്റർ ആണെങ്കിൽ അത് നേരെ സിയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഡിയിലേക്ക് പോകാനുള്ള ഒരു പിന്നെ കൂടുതലായിട്ടുള്ളൊരു റിസ്ക് അവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു തേർഡ് മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡേറ്റ് ഒക്കെ എഴുതുമ്പോഴത്തേന് ഇപ്പം കുറേ പിള്ളേർ ഈ റീസെന്റ് ആയിട്ട് തന്നെ എനിക്ക് കുറേ പിള്ളേർ മെസ്സേജ് ഒക്കെ അയച്ചു ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എക്സാമിന് വരുന്ന ആ സെയിം ഡേറ്റ് തന്നെ ലെറ്ററിൽ എഴുതിയ കുഴപ്പമുണ്ടോ, അങ്ങനെ ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡേറ്റ് സാധാരണ നമ്മൾ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നമ്മൾ ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ചിലപ്പോൾ അതിൽ ഡിസ്ചാർജ് ഡേറ്റ് തന്നിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ഡേറ്റ് ഇല്ല എങ്കിൽ അഡ്മിഷൻ ഡേറ്റ് ഉണ്ടാവും. അഡ്മിഷൻ ഡേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡേറ്റ് എഴുതാം, അതിൽ ഒരു കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ അഡ്മിഷൻ ഡേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റ്. ആ ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതുക, അഡ്മിഷൻ ഡേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അത് എഴുതുക. ഇനി അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ വേറൊരു സിറ്റുവേഷനിൽ പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ അഡ്മിഷൻ, പേഷ്യന്റിന്റെ അഡ്മിഷൻ ഡേറ്റ് May 22 എന്ന് കൊടുത്തു കാണും. അതിന് തൊട്ട് താഴെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേനും ഒരു 3 days കോഴ്സ്, ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് അവർക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ഹീസ് ഓൺ മെഡിക്കേഷൻ, അല്ലെങ്കിൽ 3 days മോർ അവന് വേണം. ഇപ്പോൾ ഒരു 2 days കോഴ്സ് കഴിഞ്ഞു. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മുടെ ലെറ്ററിൽ വരാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് സാധ്യതയുണ്ട്. അപ്പം 3 days കോഴ്സ് കഴിഞ്ഞു എന്ന് പറയുവാണെങ്കിൽ ഒരു അഡ്മിഷൻ ഡേറ്റ് May 22 തരുവാണെങ്കിൽ May 22 കൂടി 3 days കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതാവുള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു മെയിൻ ആയിട്ടൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. കുറെ നാൾ മുമ്പ് തന്നെ ഇതൊരു റിവീൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. റൂൾഡ് ഔട്ട് ക്യാൻസർ, റൂൾഡ് ഔട്ട് ന്യൂമോണിയ. അങ്ങനെ റൂൾഡ് ഔട്ട് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ആൾക്കാർ അത് കൺഫേം ചെയ്തു, അല്ലെങ്കിൽ അത് പിന്നെ ഓൾറെഡി അത് പിന്നെ ഡോക്ടർ ഡിസൈഡ് ചെയ്തു ഇങ്ങനെ ഈ പേഷ്യന്റിന് ഈ ഒരു ഡിസീസ് ഉണ്ട് എന്ന്. അങ്ങനെയാണ് റൂൾഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു മീനിങ്ങിൽ അവർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ റൂൾഡ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞു അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു അർത്ഥമായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ സ്പീക്കിങ്ങിലായിട്ട് ഞാൻ സ്റ്റുഡൻസിന് ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. റൂൾഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു പിന്നെ ന്യൂമോണിയ റൂൾഡ് ഔട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ റൂൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. സ്പീക്കിങ്ങിലും മെയിൻ ആയിട്ട് റൈറ്റിങ്ങിലും ആ ഒരു വേർഡ് യൂസ് ചെയ്യാതെ ഇരിക്കുക. എലിമിനേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നെങ്കിൽ അത് അവിടെ യൂസ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതുമ്പോഴത്തേനും ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ, അല്ലെങ്കിൽ ഐ റൈറ്റ് ടു റെഫർ ദിസ് ലെറ്റർ, അങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. ഡിഫറെന്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എഴുതുമ്പോൾ. അപ്പൊ അവിടെ വേറൊരു ഫെസിലിറ്റിയിലേക്ക് ഇൻ ടു യുവർ ഫെസിലിറ്റി, ആ ഒരു ഇൻ ടു എന്നുള്ള നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ടു രണ്ട് വേർഡ് അല്ല, ഒരു വേർഡാണ്. എല്ലാ സ്റ്റുഡൻസും മെയിനായിട്ട് അതൊരു 2 ഡിഫറെന്റ് വേർഡ് ആയിട്ടാണ് ഇൻ എഴുതിയിട്ട് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ടാണ് ടു എഴുതുന്നത്. അത് അങ്ങനെ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ഇൻ ടു എന്ന് പറയുന്നത് ഒറ്റ വേർഡായിട്ട് കാണുക, ഒറ്റ വേർഡിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ലെസ് ദാൻ 10 നമ്പേഴ്സ് വരുവാണെങ്കിൽ ചിലവർക്കെങ്കിലും 2 എഴുതിയിട്ട് അതിന് മുകളിൽ ND ഒക്കെ എഴുതാറുണ്ട്. അങ്ങനെ അത് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ എഴുതാതിരിക്കുക. ഇപ്പം ലെസ് ദാൻ 10 നമ്പർ വരുവാണെങ്കിൽ നിങ്ങൾ TWO
അല്ലെങ്കിൽ 3 TH ആ സ്പെല്ലിംഗ് അത് വേർഡ്സ് ആയിട്ട് തന്നെ അത് ശ്രദ്ധിക്കുക. <10 നമ്പേഴ്സ് ആണെങ്കിൽ വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അത് TU ആണെങ്കിൽ TWO ആ ഒരു രീതിയിൽ, 3 ആണെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ്, 4 ആണെങ്കിൽ സ്പെല്ലിംഗ് വെച്ചിട്ട് വേർഡ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ more than 100 നമ്പറിൽ എന്തെങ്കിലും അവസ്ഥയിൽ നമുക്ക് ഈ റൈറ്റിംഗിലായിട്ട് വരാൻ സാധ്യതയുണ്ട്. more than 100-ലാണെങ്കിൽ 103 അങ്ങനെ വേർഡിൽ എഴുതണ്ട, അത് നമ്പേഴ്സിൽ തന്നെ ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഡിഫറൻസ് സബ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് കംപ്ലൈൻസ് ഓഫ് എന്ന് പറയുമ്പോൾ ആ കംപ്ലൈൻസ് ഓഫ് സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞ പോലെ COMPLAINGS എന്നാണ് വരുന്നത്. എന്നാൽ അവൻ പരാതിപ്പെട്ടു, ഇത് പരാതിയുമായി വന്നു എന്നുള്ള രീതിയിലാണ് കംപ്ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, INGS ഉപയോഗിക്കുന്നത്. എന്നാൽ താഴേക്ക് വരുമ്പോഴത്തേന് അവൻ പരാതി പറഞ്ഞു അല്ലെങ്കിൽ അവൻ വെർബലൈസ് ചെയ്തു, അവൻ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു COMPLAINS വേണം. അവിടെ ടീന്റെ ആവശ്യമില്ല. അവൻ പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആണ് നമ്മുടെ റൈറ്റിംഗിൽ അവർ എഴുതുമ്പോൾ. അപ്പം കംപ്ലൈൻസ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേനും കംപ്ലൈൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഓൾസോ, ബട്ട് ഇങ്ങനെയുള്ള വേർഡ്സിൽ നമ്മുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതൊരു ആപ്ലിക്കബിൾ അല്ലാത്തൊരു കാര്യമാണ്. അത് മെയിൻ ആയിട്ട് ഒരു മിസ്റ്റേക്ക് തന്നെയായിട്ട് കൺസിഡർ ചെയ്ത് ഓൾസോ, ബട്ട്, ഹെൻസ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ദാറ്റ് ആൻഡ് കോമ, ഈ ദാറ്റ് കഴിഞ്ഞ ശേഷം ഒരു കോമ വരരുത്. ഈ ദാറ്റിന്റെയും കോമയുടെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ദാറ്റ് കൊടുക്കുക അവിടെ, അല്ലെങ്കിൽ കോമ കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ദാറ്റ് വരുന്നിടത്ത് കോമ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കോമ വരുന്നിടത്ത് ദാറ്റും ഇടാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടും കൂടെ വരുമ്പം അത് എററായിട്ട് തന്നെ മാറും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം കൂടെ നല്ലപോലെ ശ്രദ്ധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഓൺ എക്സാമിനേഷൻ, ഓൺ ഒബ്സർവേഷൻ, ഓൺ അസസ്മെന്റ് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട് ലെറ്ററിൽ, അല്ലെ? നമ്മൾ ഒരു ഫൈൻഡ് ചെയ്തു, അല്ലെങ്കിൽ അവന് ഒരു പനി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അവന് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ട് എന്ന് നമ്മൾ ഓൺ ഒബ്സർവേഷൻ എന്തൊക്കെ ചെയ്യാം. നമുക്ക് ഒരു മെഡിക്കൽ ആയിട്ടുള്ള രീതിയിൽ അവന് എന്തെങ്കിലും ഒരു പസ് കളക്ഷൻ ഉണ്ട് അവന്റെ ലെഗിൽ നമ്മൾ അസസ് ചെയ്തു. അപ്പോൾ ഓൺ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്, അല്ലെ? ഓൺ അസസ്മെന്റ് അല്ലെങ്കിൽ ഓൺ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഓൺ എക്സാമിനേഷൻ അങ്ങനെ എഴുതിയിട്ട് കോമ ഇട്ടിട്ട് നെക്സ്റ്റ് ഒരു സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കാര്യം പറയുവാണ് ചെയ്യുന്നത് അവൻ എന്താ ഉണ്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റുഡൻസിനെ ഞാൻ കാണാറുണ്ട് ഓൺ അസസ്മെന്റ് കോമ ഹി വാസ് നോട്ടഡ് വിത്ത് പിന്നെ എന്താ ആബ്സസ് ഇൻ ഹിസ് ലെഗ് അങ്ങനെയൊക്കെ പറയുന്നത്. ഹി വാസ് നോട്ടഡ് വിത്ത് എന്ന് നിങ്ങൾ വീണ്ടും എഴുതാറുണ്ട്. അപ്പൊ ഓൺ അസസ്മെന്റ്, ഓൺ എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം, അത് എക്സാമിനിൽ അല്ലെങ്കിൽ അസസ്മെന്റിൽ കണ്ടു, എക്സാമിനേഷനിൽ അങ്ങനെ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഓൺ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഓൺ എക്സാമിനേഷൻ കഴിയുമ്പോൾ വീണ്ടും ഒരു ഹി വാസ് നോട്ടഡ് വിത്ത് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഓൺ അസസ്മെന്റ് കോമ ഹി ഹാസ് ആബ്സസ് ഇൻ ഹിസ് ലെഫ്റ്റ് ലെഗ് ആ ഒരു രീതിയിൽ ഹി ഹാസ് എന്ന് ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓൺ അസസ്മെന്റ് ഇട്ടു, പിന്നെ ഒരു കോമ ഇട്ടു, വീണ്ടും ഹി വാസ് നോട്ടഡ് വിത്ത്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു, മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് ഒക്കെ ലെറ്റർ എഴുതും ഇൻ ഓർഡർ ടു ഒരു 2 വേർഡായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ 1 വേർഡായിട്ട് എഴുതുന്നതൊക്കെ കാണാറുണ്ട്. മെയിൻ ആയിട്ട് 2 വേർഡ്, ഇൻ ഓർഡർ എന്നുള്ളത് ഒരു വേർഡും പിന്നെ ടു എന്നുള്ളത് വേറൊരു വേർഡായിട്ട് എഴുതാറുണ്ട്. ഇൻ ഓർഡർ ടു എന്ന് പറയുന്നത് 3 വേർഡ്സ് ആണ്. ഞാൻ മുമ്പിൽ ഇൻ ടുയുടെ പറഞ്ഞായിരുന്നു. ഇൻ ടു എന്ന് പറഞ്ഞത് ഒറ്റ വേർഡ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻ ഓർഡർ ടു എന്ന് പറയുന്നത് 3 വേർഡ്സ് ആണ്. അത് മെയിൻ ആയിട്ട് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്സ്, നിങ്ങൾ കൂടുതലായിട്ട് വരുത്താറുള്ള മിസ്റ്റേക്സ്. ഇനിയിപ്പം കുറെ പേർക്കൊക്കെ ഇതൊക്കെ അറിയുന്നവരുണ്ടാകും. ഇനി അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് കൂടുതലായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു മിസ്റ്റേക്സ് ഇനിയും നിങ്ങളുടെ ലെറ്റേഴ്സിൽ വരുത്താതെ ഇരിക്കുക. ഓക്കെ, ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു റെഗുലർ ക്ലാസ്സസിന് വേണ്ടിയിട്ട്. കുറച്ച് കമന്റ് ബോക്സിലും അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഒരു ഒറ്റ വീഡിയോയിൽ മാത്രമേ എൻ്റെ മെയിൽ ഐഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിൽ ഞാൻ എൻ്റെ നമ്പേഴ്സും കൂടെ കൊടുക്കുവാണ്. ഒരു 2 നമ്പർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഫ് യു വാണ്ട് മൈ ക്ലാസ്സസ് റെഗുലർലി യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് മീ. ഐ വിൽ ബി ടേക്കിംഗ് ക്ലാസ് ഫോർ യു ഓൾ. ഓക്കെ, അപ്പം ഞാൻ ഒയ്ച്ചിയുടെ റൈറ്റിംഗിലും സ്പീക്കിങ്ങിലാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ക്ലാസ് വേണമെങ്കിൽ ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മെയിൽ ഐ ഡി ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.